ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി എല്ലാവരും എക്സാം എഴുതിയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും എക്സാം നല്ല ഈസി ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ഈ തവണ ചോദിച്ചത്. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മുടെ ബോട്ടണിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് അറിയായിരിക്കും നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ നമ്മൾ നോക്കും. അതുപോലെ തന്നെ നമ്മൾ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമ്മുടെ ഈ ഒരു മെയിൻ എക്സാമുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഓൾറെഡി എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുത്ത അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്കിംഗ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സ്ലൈഡിനകത്തുള്ളത്. അതിനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻസോളം നമ്മുടെ അതേ സെയിം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞ് ബാക്കിയുള്ളതൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം. നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം നമ്മൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. പഠിപ്പിക്കുന്നതായിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ അടുത്ത സെറ്റാണ്. അതിനകത്ത് തന്നെ ഇപ്പം നമുക്ക് 4 ക്വസ്റ്റ്യൻസും ഇപ്പം നമ്മൾ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ്, നമ്മുടെ അതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിന് നമുക്ക് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ചൂസ് ദി കറക്റ്റ് ആൻസർ. എ ടിപ്പിക്കൽ ആൻജിയോസ്പേം embryo sac at maturity consists of option A 8 nuclei and 8 cells, 8 nuclei and 7 cells, 7 nuclei and 8 cells, 7 nuclei and 7 cells. നമുക്ക് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത് അല്ലേ. നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ടില്ല, അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാനുള്ള എല്ലാ ചാൻസും ഉള്ള ടൈപ്പിലാണ് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പുറത്ത് നമ്മുടെ തന്നെ ക്വസ്റ്റ്യൻ്റെ സ്നിപ്പ് ഔട്ട്സ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മുടെ എക്സെൽ ഫോർമേഷൻ, നമ്മുടെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റിലെ എക്സെൽ ഫോർമേഷൻ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതിനകത്ത് തന്നെ നമ്മുടെ പാർട്ട് ബി ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, എന്നാലും നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ പാർട്ട് ബി നോക്കിയേ. മെച്യൂർ ആൻജിയോസ്പേം embryo sac at maturity they have 8 nuclei and 8 nucleated and 7 cell. അവർക്ക് 8 ന്യൂക്ലിയസും 7 സെല്ലും ഉണ്ട്. വാട്ട് ഈസ് യുവർ എക്സ്പ്ലനേഷൻ റിലേറ്റഡ് ടു ദിസ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് തന്നെ എന്ത് കിടപ്പുണ്ട്? നമ്മുടെ ആൻസർ ഇവിടെ കിടപ്പുണ്ട് ഇല്ലേ? ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിയേ. ഇതിനകത്ത് നമ്മുടെ ഒരു മെച്യൂർ എംബ്രിയോ സാക്കിനകത്ത് 8 ന്യൂക്ലിയസും ഉണ്ട്, അതുപോലെ തന്നെ 7 സെല്ലും ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നെ കിടപ്പുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിവിടെ ആൻസർ ആയിട്ട് ഇപ്പുറത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ആൻസർ ഇവിടെ തന്നെ കിട്ടി. എത്രയാണ്? നമുക്ക് 8 ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ 7 സെല്ലും ഉണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇല്ലേ? അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ബി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു 8 ന്യൂക്ലിയസും 7 സെല്ലും ഉണ്ടെന്ന് പറയുന്നത്? 8 ന്യൂക്ലിയസും 7 സെല്ലും എവിടെ നിന്നാണ് വന്നത്? നമുക്ക് ആകെ മൊത്തം നമ്മുടെ ആ ഒരു മെയിൻ സെല്ലുണ്ട്, നമ്മുടെ മെയിൻ സെല്ലുണ്ട്. ആ സെല്ല് ഒരു സെല്ലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എക്സെല്ലുണ്ട്. അപ്പം 2ആയി. എക്സെല്ലിൻ്റെ 2 സൈഡിലായിട്ട് 2 സൈനർജിഡ്സ് ഇരിപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 3 സെൽസ്, നമ്മുടെ ചലാസ് ലെഞ്ചിൽ 3 സെൽസ് ഉണ്ട്. ആ സെൽസിനെയാണ് നമ്മൾ ആൻറ്റിപോഡൽ സെൽസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് മൊത്തം എത്ര സെൽസായി? അപ്പം നമുക്ക് മൊത്തം
നമ്മുടെ 7 സെൽസായി. ഇനി 8 ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? 8 ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ആ ഒരു മേജർ സെല്ല്, നമ്മുടെ മെയിൻ സെല്ലിനകത്ത് എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2 ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? 2 പോളാർ ന്യൂക്ലിയേ ഉണ്ട്. ആ 2 പോളാർ ന്യൂക്ലിയേ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? 8 ന്യൂക്ലിയസ്. അപ്പം മൊത്തം ആകുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മിനിമം മാർക്സ്, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള മിനിമം മാർക്സ് ആ മോഡൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുൾ ക്ലാസ് കാണുന്ന സമയത്ത് ഫുൾ സ്കോറും ചെയ്ത് നിങ്ങൾക്ക് എക്സാം പാസ് ആകുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി നെയിം ഓഫ് ദ ചെയിൻ യൂസ്ഡ് ഫോർ വിഷ്വലൈസിങ് DNA ഫ്രാഗ്മെന്റ്സ് ഇൻ UV റേഡിയേഷൻ. UV റേഡിയേഷനിൽ DNA ഫ്രാഗ്മെന്റ്സിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈ ഏതാണ്, സ്റ്റെയിൻ ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഏതാ? വിച്ച് ഇസ് ദ ഡൈ യൂസ് ടു വിഷ്വലൈസ് DNA ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ് എന്നുള്ളതാണ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നത് അല്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്തുവാണ്? ആൻസർ എത്തീഡിയം ബ്രോമൈഡ് ആണ്. നമ്മൾ ഈ എത്തീഡിയം ബ്രോമൈഡിനെ കുറിച്ച് എവിടെയാണ് പഠിക്കുന്നത്? നമ്മൾ ബയോടെക്നോളജി റിലേറ്റഡ് ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ RDNA ടെക്നോളജി പഠിച്ചായിരുന്നു അല്ലേ? RDNA ടെക്നോളജി പഠിച്ച സമയത്ത് ആ ഒരു കാര്യം പഠിച്ച ആ ഒരു ഫുൾ പ്രോസസ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ച കാര്യമാണ് ഈ ഒരു DNA സെപ്പറേറ്റിംഗ് മെത്തേഡ് അല്ലേ? DNA നമ്മൾ എന്ത് ചെയ്തു? DNA നമ്മൾ സ്പെസിഫിക് പാർട്സിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള DNA ഫ്രാഗ്മെന്റ് മാത്രമായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പല പല സൈസിലുള്ള കുറേ DNA ബാൻഡ്സ് നമുക്ക് കിട്ടും ഇല്ലേ? എന്നിട്ട് നമുക്ക് ഈ ബാൻഡ്സ് കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ജെല്ലിനെ നേരെ കൊണ്ട് നമ്മുടെ UV റേഡിയേഷൻ്റെ താഴെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കും? നമ്മളൊരു ഡൈയും കൂടെ ആഡ് ചെയ്തിട്ട് UV റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് കാണാൻ പറ്റും? നമുക്ക് നമ്മളെ ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ നമുക്ക് നമ്മുടെ DNA ഫ്രാഗ്മെന്റ്സ് കാണാൻ പറ്റും ഇല്ലേ? അതാണ് ഈ ഒരു എത്തീഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഡൈ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Third question, the capacity to generate a whole plant from any cell or explant is called. നമുക്ക് ഏതൊരു സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ ഏതൊരു സെല്ലിന്റെ പോർഷനിൽ നിന്നോ, നമുക്ക് ഏതൊരു സെല്ലിന്റെ പോർഷൻ അല്ല സോറി ഏതൊരു പ്ലാന്റ് പാർട്ടിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലാന്റ് എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മൾ എടുക്കുന്ന ചെറിയൊരു പാർട്ട്, അത് നമുക്ക് റൂട്ടിൻ്റെതാകാം, സ്റ്റെമ്മിൻ്റെതാകാം, ലീഫിൻ്റെതാകാം, ഏത് പാർട്ട് വേണോ ആകാം. അങ്ങനെ നമ്മൾ എടുക്കുന്ന ആ ഒരു ചെറിയ പാർട്ടോ അല്ലെങ്കിൽ ആ ഒരു സെല്ലിനെയോ നമ്മൾ ആ ഒരു സെല്ലിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു ഹോൾ പ്ലാന്റിനെ അല്ലെങ്കിൽ ഒരു ഹോൾ ഓർഗാനിസത്തിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഹോൾ പ്ലാന്റിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പ്രത്യേകത, ആ ഒരു കഴിവ്, അതിനെ എന്തെന്നാണ് നമ്മൾ വിളിക്കുന്നത്? ടോട്ടിപൊട്ടൻസി എന്നാണ് വിളിക്കുന്നത് അല്ലേ? ടോട്ടിപൊട്ടൻസി ഉണ്ട്, പ്ലൂറിപൊട്ടൻസി ഉണ്ട്. ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത് എന്തുവാണ്? ഒരു ഹോൾ ഓർഗാനിസത്തിനെ നമുക്ക് ഒരു സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എക്സ്പ്ലാന്റിൽ നിന്നോ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടോട്ടിപൊട്ടൻസി എന്ന് വിളിക്കുന്നത് അല്ലേ? ഇപ്പൊ ഈ ഒരു ടോട്ടിപൊട്ടൻസി വരുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? ഈ ഒരു സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന സെല്ലാണ്, അത് ഡീഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, റീഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ വീണ്ടും അതെന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? ദി ഓവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു ദി പ്ലാസന്റ ബൈ മീൻസ് ഓഫ് സ്ട്രോക്ക് കോൾഡ്. നമ്മുടെ ഓപ്ഷൻസ് എന്താ? ഹൈലം ഉണ്ട്, ചലാസയുണ്ട്, മൈക്രോപൈൽ ഉണ്ട്, ഫ്യൂണിക്കിൾ ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് നിന്ന് ഏതാണ് നമ്മുടെ സ്ട്രോക്ക് എന്ന് പറയുന്നത്? നമ്മുടെ ഇവിടുത്തെ മോഡൽ ക്വസ്റ്റ്യനകത്ത് ഇവിടെ കിടപ്പുണ്ട്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ ആൻസർ ഫ്യൂണിക്കിൾ സ്റ്റാക്ക് ഓഫ് ദി ഒവ്യൂൾ ഇല്ലേ? ഫ്യൂണിക്കിൾ എന്താണ്? ഫ്യൂണിക്കിൾ എന്തുവാന്നാ പറഞ്ഞേ? ഒവ്യൂളിന്റെ സ്റ്റോക്ക് ആണെന്നാണ് പറയുന്നത്. ഇപ്പുറത്ത് നമുക്ക്
നെക്സ്റ്റ് ഓപ്ഷനായിട്ടുണ്ടായിരുന്നത് പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഓഫ് ദ ഒവ്യൂൾ എന്താണെന്നുള്ളതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ആൻസർ ഇൻറ്റഗ്യുമെന്റ്സ് ആയിരുന്നു. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കിടപ്പുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ തന്നെ കിടപ്പുണ്ട്. ഫ്യൂണിക്കിൾ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഒവ്യൂളിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫ്യൂണിക്കിൾ. ഹൈലം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഹൈലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ടറും ന്യൂട്രിയൻസും സീഡിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? ഹൈലം എന്ന് പറയുന്നത്. ചലാസയും മൈക്രോപൈലും എന്തുവാണ്? നമ്മുടെ രണ്ട് എൻഡ്സ് ആണ് അല്ലേ, ചലാസലെൻഡും മൈക്രോപൈലെൻഡും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കാനായിട്ടുള്ളത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനകത്ത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓഫ് എ പോപ്പുലേഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ് by equation dn/dt is equal to rn. What is r? r എന്തുവാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. r എന്തുവായിരുന്നു? നമ്മുടെ ഇൻട്രിൻസിക് ഗ്രോത്ത് ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത്? ആർ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ ബയോട്ടിക് പൊട്ടൻഷ്യൽ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ആർ എന്ന് പറയുന്നത് ആ ഒരു ലെറ്റർ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് എൻ എന്തുവാണ്? എൻ എന്താ? എൻ നമ്മുടെ പോപ്പുലേഷൻ്റെ സൈസാണ് അല്ലേ, എൻ നമ്മുടെ പോപ്പുലേഷൻ്റെ സൈസാണ്. dn/dt എന്ന് പറയുന്ന പോപ്പുലേഷൻ്റെ ആ ഒരു സമയത്ത് പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന പോപ്പുലേഷനിലുള്ള ചേഞ്ച് ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്ലീസ്റ്റോഗ്രാമസ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് അഷ്യോർഡ് സീഡ് സെറ്റ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് പോളിനേറ്റേഴ്സ്. വൈ? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ എന്താ? നമ്മൾ പഠിച്ചതാണല്ലേ, രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട്. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സും ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സും ഉണ്ട്. നിങ്ങൾ പഠിച്ച കാര്യമാണ്. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്താ? ഓപ്പൺ ചെയ്യാത്ത ഫ്ലവേഴ്സ് ആണ് അല്ലേ, മുട്ടായിട്ട് തന്നെ ഇരുന്ന് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഫ്ലവേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ചാസ്മോഗ്യാമസ് ഫ്ലവർ ആണെങ്കിലോ, ചാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഓപ്പൺ ചെയ്യുന്ന ഫ്ലവേഴ്സ് ആണ് നമ്മുടെ ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സിൽ നമുക്ക് പോളിനേഷൻ എന്തായാലും നടക്കും. ഇറ്റ് ഈസ് അഷ്യോർഡ്. എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ് ഈ ഫ്ലവേഴ്സ് എന്ത് ചെയ്യാറില്ല? ഓപ്പൺ ചെയ്യാറില്ല അല്ലേ. ഓപ്പൺ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് പോളിനേറ്റേഴ്സ് ഇല്ലെങ്കിലും, ഇപ്പോൾ വിൻഡോ, വാട്ടറോ അല്ലെങ്കിൽ ഇൻസെക്ട്സോ അനിമൽസോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇവർക്ക് എന്ത് നടന്നോളും? പോളിനേഷൻ നടന്നോളും. കാരണം ഇവരുടെ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുന്ന സമയവും പോളൻ ഗ്രെയിൻസ് മെച്ചുറായി അത് ഡെഹിസായി പുറത്തേക്ക് വരുന്ന സമയവും എല്ലാം തമ്മിൽ സിങ്ക്രണൈസ്ഡ് ആയിരിക്കും. അപ്പം ഈ ഒരു സമയത്ത് ഫ്ലവർ ക്ലോസ് ആയി തന്നെ ഇരിക്കും, പക്ഷെ എന്താണ്, ഇതിനകത്ത് പോളിനേഷൻ തന്നെ നടന്നോളും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലീസ്റ്റോഗ്രാമസ് ഫ്ലവേഴ്സിൽ നമുക്ക് പോളിനേഷൻ അഷ്യോർഡ് ആണ് എന്നുള്ള കാര്യം പറയുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പൊമാറ്റോ എന്തുവാണ്? നമ്മൾ പഠിച്ച കാര്യമാണില്ലേ. പൊമാറ്റോ എന്തുവാണ്? പൊമാറ്റോ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പേര് തന്നെ ഉണ്ട്. എന്തുവാണ് പൊമാറ്റോ എന്നുള്ളത്? പൊമാറ്റോ എന്തുവാണ്? പൊമാറ്റോയിലെ എന്താ? പൊട്ടറ്റോ. മാറ്റോ എന്താ? ടൊമാറ്റോയുടെ മാറ്റോ. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് എന്തുള്ളത്? പൊമാറ്റോ ഉള്ളത്. പൊമാറ്റോ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? നമ്മുടെ ഈ ഒരു പൊട്ടറ്റോയുടെ റൂട്ട് സ്റ്റോക്ക് എടുക്കുന്നു. പൊട്ടറ്റോ സീഡ്ലിങ്ങിൻ്റെ റൂട്ട് സ്റ്റോക്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഒരു ചെറിയൊരു ടൊമാറ്റോയുടെ അപ്പർ പോർഷൻ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കും ഇല്ലേ. അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ സക്സസ്ഫുൾ ഗ്രാഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ മേളത്തെ പോർഷനിൽ എന്തുണ്ടാവും? ടൊമാറ്റോ ഉണ്ടാവും. താഴത്തെ പോർഷനിൽ എന്തുണ്ടാവും? അതിൻ്റെ റൂട്ടിൽ നിന്ന് നമുക്ക് എന്തും കിട്ടിക്കോളും? പൊട്ടറ്റോയും കിട്ടിക്കോളും. അപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ് ഈ പൊമാറ്റോ എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിൽ നിന്നുള്ള നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു ചെടി, നമ്മൾ ഫലത്തിലൊരു ചെടിയെ നട്ടുള്ളൂ, പക്ഷേ എന്ത് കിട്ടി? നമുക്ക് അതിനകത്തുനിന്ന് രണ്ട് ടൈപ്പുള്ള വിളവ് കിട്ടി. അതാണ് നമ്മുടെ ഇവിടുത്തെ ഉദ്ദേശം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ട് പാർട്ട് ഉണ്ട്, എ പാർട്ടും ഉണ്ട് ബി പാർട്ടും ഉണ്ട്. എ പാർട്ട് എന്താ? വിച്ച് ടൈപ്പ് ഓഫ് ഗ്രോത്ത് കർവ് ഇസ് സീൻ ഇൻ ലോജിസ്റ്റിക് ഗ്രോത്ത്? ലോജിസ്റ്റിക് ഗ്രോത്തിൽ ഏത് ടൈപ്പ് ഓഫ് ഗ്രോത്ത് കർവ് ആണ് കാണുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കണ്ടായിരുന്നു അല്ലേ. ആറ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വന്നത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആയിരുന്നു. ഇവിടെ എന്താ? ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. ലോജിസ്റ്റിക് ഗ്രോത്ത്
നമ്മുടെ എക്സ്പോണൻഷ്യൽ ഗ്രോത്തും. ഇത് പഠിപ്പിച്ച സമയത്തെ ഞാൻ പറഞ്ഞതാണ്. ഇത് രണ്ടും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വായിച്ചു പോകുമ്പോൾ അത്ര വലിയ കാര്യമൊന്നും അല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും എക്സാമിന് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ച കാര്യമാണ് അല്ലേ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്തുവായിരുന്നു? നമുക്ക് എൻലെസ് ആയിട്ട് നമുക്ക് എന്തുണ്ട്? റിസോഴ്സസ് ഉണ്ട്. അതായത് റിസോഴ്സസിന് യാതൊരു ക്ഷാമവും ഇല്ല. നമുക്ക് അബണ്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള റിസോഴ്സസ് എല്ലാം ഉള്ള സമയത്ത് നടക്കുന്ന ടൈപ്പ് ഓഫ് ഗ്രോത്ത് ആണ് എന്തെന്ന് പറയുന്നത്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ലോജിസ്റ്റിക് ഗ്രോത്ത്, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്തുവാണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ എൻവയോൺമെന്റിൽ നടക്കുന്ന എല്ലാ ഗ്രോത്തും എന്ത് തന്നെയായിരിക്കും? ലോജിസ്റ്റിക് തന്നെയായിരിക്കും. കാരണം എന്താണ്? എൻവയോൺമെന്റിൽ ഒരിക്കലും നമുക്ക് എൻലെസ് ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ അല്ല. ഓക്കെ, റിസോഴ്സസ് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ എന്തുവാണ്? നമുക്ക് കോമ്പറ്റീഷനും ഉണ്ടായിരിക്കും. അതായത് ബാക്കിയുള്ള ഓർഗാനിസംസ്, നമുക്ക് ആവശ്യമുള്ള എന്ത് റിസോഴ്സ് ആണോ അതേ റിസോഴ്സ് ആവശ്യമുള്ള ബാക്കി ഓർഗാനിസംസും ഉണ്ടായിരിക്കും. നമ്മൾ നേച്ചറിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് കിട്ടില്ല? നമുക്ക് അൺഎൻഡിങ് ആയിട്ട് ഒരിക്കലും അവസാനിക്കാത്ത തരത്തിൽ നമുക്ക് റിസോഴ്സസ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്കൊരു നോൺ ഫാക്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള എല്ലാ ഗ്രോത്തും എങ്ങനെ തന്നെ ആയിരിക്കും? ലോജിസ്റ്റിക് ഗ്രോത്ത് തന്നെ ആയിരിക്കും. ഈ ഒരു ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെ ഗ്രോത്ത് കർവ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. ഗ്രോത്ത് കർവ് എങ്ങനെയാണെന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ലോജിസ്റ്റിക്കിന്റെ ഗ്രോത്ത് കർവ് വരുന്നത്? നമുക്കൊരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെയുള്ളൊരു സിഗ്മോയിഡ് കർവായിരിക്കും, ഒരു എസ് ഷേപ്ഡ് കർവായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇങ്ങനെയുള്ളൊരു കർവായിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു സിഗ്മോയിഡ് കർവ് പോലെ ഇരിക്കും, ഒരു എസ് ഷേപ്ഡ് കർവ്. എസ് ഷേപ്ഡ് കർവ് എന്നാണ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. എസ് ഷേപ്പ് എന്നോ സിഗ്മോയിഡ് ഷേപ്പ് എന്നോ എഴുതുക. ഓക്കെ, ഇനി ഇതിനകത്ത് വരുന്ന വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ദിസ് ഗ്രോത്ത് കർവ്. ഈ ഒരു ഗ്രോത്ത് കർവിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്, ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ട് അതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യമാണ്. ഇവിടെ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ലാഗ് ഫേസ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ലാഗ് ഫേസ് എന്ന് വിളിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരാളെ പുതിയൊരു സ്ഥലത്ത് കൊണ്ട് ഇട്ടു ഇല്ലേ. നമ്മൾ തന്നെ പുതിയൊരു സ്കൂളിലോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ പുതിയൊരു സ്കൂളിലോട്ട് പോവുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത് കോളേജിലോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു സറൗണ്ടിങ്ങുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം വേണം ഇല്ലേ. നമ്മളാണെങ്കിലും പുതിയൊരു എൻവയോൺമെൻറ്റിലോട്ട് പോകുമ്പോഴത്തേക്കിനും ഇപ്പം നമ്മൾ വേറൊരു രാജ്യത്തോട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം അവിടുത്തെ ക്ലൈമറ്റുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഫുഡുമായിട്ടൊക്കെ ഒരു ഫെമിലറൈസ് ആയിട്ട് അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയമാണ് എന്തെന്ന് പറയുന്നത്? ലാഗ് ഫേസ് എന്ന് പറയുന്നത്. എല്ലാ ഓർഗാനിസത്തിനും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ പോലും നമ്മൾ പുതിയൊരു കൾച്ചർ മീഡിയത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുമ്പം ആ ഒരു മീഡിയവുമായിട്ട് ഒന്ന് ഫെമിലറൈസ് ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? ലാഗ് ഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫേസ്, ഈ ഒരു ഫേസ് ആണ് എന്തെന്ന് പറയുന്നത്? ലോഗ് ഫേസ് എന്ന് പറയുന്നത് അല്ലേ. ലോഗ് ഫേസ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫേസിൽ എന്താ നടക്കുന്നത്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നടക്കുന്ന ഫേസ് ആണ് നമ്മുടെ ലോഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലോഗ് ഫേസ് എന്ന് പറയുന്നത് എന്തുവാണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നടക്കുന്ന ഫേസ് ആണ് നമ്മുടെ ലോഗ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫേസിൽ എന്താ നമുക്ക് നമ്മുടെ ഈ ഒരു ലാഗ് ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്പേസുമായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തായിരിക്കും? പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ അവിടെ ഭയങ്കര ഫെമിലറൈസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്? ലോഗ് ഫേസ് ആണ്. അതായത് ആ ഒരു ലാഗ് ഫേസിൽ നമുക്ക് റീപ്രൊഡക്ഷൻ റേറ്റ് എന്തായിരിക്കും? ഭയങ്കര കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ട് ലോഗ് ഫേസിലോട്ട് എൻ്റർ ചെയ്യുമ്പം ഈ ഒരു എൻവയോൺമെൻറ്റുമായിട്ട് ആ ഒരു ഓർഗാനിസം ഫെമിലറൈസ് ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ pH ആയിട്ടും ടെമ്പറേച്ചറുമായിട്ടും ഒക്കെ ഫെമിലറൈസ് ആയതിനു ശേഷം എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ളൊരു ഗ്രോത്ത് കാണിക്കും. അതാണ് ലോഗ് ഫേസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ലാഗ് ഫേസ് എന്തുവാണ്? ലാഗ് ഫേസ് അല്ലെങ്കിൽ നമ്മുടെ ഡെത്ത് ഫേസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഫേസ്. ഓക്കെ, ആ ഒരു ഫേസ് അതിനകത്ത് എന്തുവാണ് നടക്കുന്നത്? ആ ഒരു ഫേസിനകത്ത് നമുക്ക് എന്താ നടക്കുന്നത്? നമുക്ക് ഇവിടെ അത് കഴിയുമ്പോഴത്തേക്ക് ഈ ലോഗ് ഫേസ് കഴിയുമ്പോൾ ലോഗ് ഫേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള എല്ലാ സാധനങ്ങളെയും എല്ലാ റിസോഴ്സിനെയും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഫേസ് ആണ് ലോഗ് ഫേസ്.
അത് കഴിയുമ്പോൾ റിസോഴ്സസിൻ്റെ ആ ഒരു അവൈലബിലിറ്റി കുറയും. അവൈലബിലിറ്റി കുറയുന്നത് പോലെ തന്നെ ഇവിടെ ഈ ഒരു ലോക്ക് ഫേസിൽ അത്രയും ആൾക്കാർ ഇൻക്രീസ് ചെയ്യുമ്പം അവിടെ എന്തുണ്ടാവും? റിസോഴ്സസിന് വേണ്ടി റിസോഴ്സിന് വേണ്ടി കോമ്പറ്റീഷൻ ഉണ്ടാവും. ഇനി അതുപോലെ തന്നെ ഈ ഉണ്ടായി വന്ന ആൾക്കാർ എന്തും സംഭവിക്കും, അവർക്ക് ഡെത്തും സംഭവിക്കും. അപ്പോൾ തമ്മിൽ നമ്മുടെ ഈ ഒരു റീപ്രൊഡക്ഷൻ ആയാലും ഡെത്ത് ആയാലും തമ്മിലൊരു സ്റ്റേബിലിറ്റി ഒക്കർ ചെയ്യുന്ന ഒരു ഫേസ് ആണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ഡെത്ത് ഫേസ് അല്ലെങ്കിൽ നമ്മുടെ അവസാനത്തെ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ജീൻ തെറാപ്പി ഇൻ ട്രീറ്റിംഗ് ADA ഡെഫിഷ്യൻസി? ഹൗ ക്യാൻ വി ഓവർകം ദിസ് പ്രോബ്ലം? നമുക്ക് ADA ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നോക്കിയായിരുന്നു അല്ലേ. ADA ഡെഫിഷ്യൻസിയിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമ്മൾ ആ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സൻ്റെ സെൽസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ആയിട്ട് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള ADA ജീൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ആളിലോട്ട് നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമുക്ക് പ്രോബ്ലം ഇല്ലാത്ത ADA ജീൻസ് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു സ്റ്റെം സെല്ലിലോട്ടാക്കിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പേഴ്സണിൻ്റെ വൈറ്റ് ബ്ലഡ് സെൽസിലോട്ട് നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുവാണ്? അയാളെ നോർമലി അയാൾ ലൈഫ് ലീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അയാൾക്ക് ഈ ഒരു ADA ജീൻസ് അയാളുടെ സെല്ലിനകത്തോട്ട് കയറി അവരെന്ത് ചെയ്തോളും? അവരവിടെ ഇരുന്ന് അവരുടെ ADA ആ ഒരു എൻസൈം അവർ പ്രൊഡ്യൂസ് ചെയ്തോളും. അത് നമ്മുടെ ഒരു ജീൻ തെറാപ്പിയുടെ ഒരു ഘട്ടമാണ്. അപ്പം അത് ചെയ്യുന്ന സമയത്ത് അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിനകത്ത് ഡിസഡ്വാൻറ്റേജ് എന്തുവാണ് വരുന്നത്? ഡിസഡ്വാൻറ്റേജ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് കൊടുക്കുന്ന സെൽ ഏതാണോ ആ സെല്ല് ഡെത്തായി പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്ത് ചെയ്യണം? നമ്മൾ ഇതേ കാര്യം പിന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരു ടീഡിയസ് പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഇതെന്തുവാണ്? എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തുവാണ്? നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ ഒരു റെപ്പിറ്റേഷൻ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അതായത് നമ്മളിപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സ്റ്റെം സെൽസിലോട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കിത് കുറേ നാളത്തെങ്കിലും ഈ ഒരു കാര്യം ADA ഡെഫിഷ്യൻസി നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് പറ്റും അല്ലേ. സ്റ്റെം സെൽസിലോട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെം സെല്ലിൽ നിന്ന് ഉണ്ടായി വരുന്ന എല്ലാ സെൽസിലും എന്തുണ്ടായിരിക്കും? നമുക്ക് ADA നോർമൽ ജീൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അങ്ങനെ നമുക്ക് ഈ ഒരു കാര്യത്തിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The Mediterranean orchid orchis employs sexual deceit to get pollination done by a species of bee. How? നമ്മളിത് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് അല്ലേ. ഈ ഒരു ഓർക്കിഡ് എന്തുവാണ് ചെയ്യുന്നത്? ഈ ഒരു ഓർക്കിഡിൻ്റെ ഫീമെയിൽ ഓർക്കിഡ്, ആ ഒരു ഓർക്കിഡ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഈ ഒരു ബീയുടെ അല്ലെങ്കിൽ ഈ ഒരു തേനീച്ചയുടെ ഫീമെയിലിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഓർക്കിഡിൻ്റെ ഷേപ്പും സ്ട്രക്ചറും എല്ലാം വരുന്നത്. ഈ ഒരു ബീയുടെ ഫീമെയിൽ കൗണ്ടർ പാർട്ട്, അതായത് ഫീമെയിൽ ബീയെ പോലാണ് എന്തിരിക്കുന്നത്? ഈ ഒരു ഓർക്കിഡിൻ്റെ ഷേപ്പും സൈസും എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പം നമ്മുടെ മെയിൽ ബീ എന്ത് വിചാരിക്കും? ഈ ഓർക്കിഡ് ഫീമെയിൽ ബീ ആണ് എന്ന് വിചാരിച്ച് നേരെ ഇതിൻ്റെ പുറത്ത് വന്നിരുന്ന് കോപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ആ ശ്രമിക്കുന്ന ആ ഒരു പ്രോസസ്സിൽ ഈ ഓർക്കിഡിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? ഈ ബീയിൽ പറ്റിപ്പിടിച്ചിരിക്കും. എന്നിട്ട് ആ ബീ അപ്പം എന്ത് ചെയ്യും? അടുത്ത് വീണ്ടും വേറൊരു ഫ്ലവറിനെ കാണുമ്പോൾ വീണ്ടും പോയി അതിനെ കോപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഓർക്കിഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓർക്കിഡിൽ നിന്ന് പറ്റിപ്പിടിച്ച പോളൻ ഗ്രെയിൻസ് അപ്പുറത്തെ ഫ്ലവറിലോട്ട് വീണ്ടും അത് പോളിനേറ്റ് ആകും. അതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെക്ഷൽ ഡിസീറ്റ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഇനി നെക്സ്റ്റ്: Observe the figure of grass embryo and label the parts marked as A, B, C and D. നമ്മൾ ABCD നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണയായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണല്ലേ. ഫിഗർ തന്നിട്ട് സാധനം എന്തൊക്കെയാണെന്നുള്ളത് ലേബൽ ചെയ്ത് കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കുന്നത് എന്തുവാണ്? ഗ്രാസ് എംബ്രിയോയുടെ ഫിഗർ ആണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 11th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ഗ്രാസ് എംബ്രിയോ ആൻഡ് ലേബൽ ദി പാർട്സ് മാർക്ക്ഡ് ആസ് A, B, C and D. അപ്പം നമ്മുടെ A എന്താ, B എന്താ, C എന്താ, D എന്താണെന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. A എന്തുവാണ്? A നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ
കൂർത്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് ഏതായിട്ട് കാണിച്ചിരിക്കുന്നത്, എ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം എ എന്ന് പറയുമ്പം എന്തുവാണ്, ഈ ഭാഗം ഏതാ, ഈ ഭാഗം ഏതായിരുന്നു നമ്മൾ പഠിച്ചാണല്ലേ, ഈ ഭാഗം ഏതാ, സ്ക്യൂട്ടല്ലം ആണ് അല്ലേ, ഈ ഭാഗം സ്ക്യൂട്ടല്ലം ആണ്, സ്ക്യൂട്ടല്ലം. ഇനി ബി എന്താ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇനി ടിപ്പ് വരുന്ന സമയത്ത് ഇതെന്താ, ഇത് കോളിയോപ്റ്റൈലാണ്, ഇത് കോളിയോപ്റ്റൈലാണ്. നമ്മുടെ ഈ ബി ആയിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഭാഗം, ഈ ഭാഗം ഏതാണ്, ഇത് ഷൂട്ട് അപ്പെക്സ് ആണ്, ഇത് ഷൂട്ട് അപ്പെക്സ് ആണ്. ഓക്കെ, ഇനി സി എന്താ, സി ആയിട്ട് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ ആണ് അല്ലേ. ഈ ഒരു പോർഷൻ എന്തുവാണ്, ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പോർഷൻ എന്തുവാ, ഈ പോർഷൻ ആണ് നമ്മുടെ റൂട്ട് ക്യാപ്പ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അല്ലേ, റൂട്ട് ക്യാപ്പ്. ഇനി ഡി പോർഷൻ എന്താ, ഡി പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോളിയോ റൈസ ആണ് അല്ലേ. ഓക്കെ, ഇത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന സ്കിപ്പ് എന്ന് പറയുന്നത്, സ്നിപ്പ് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യനകത്ത് നമ്മുടെ മോണോകോട്ട് എംബ്രിയോയിൽ കാണുന്ന പാർട്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പാർട്സ് എല്ലാ കാര്യവും ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നുള്ളതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നമുക്കിനി നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ. മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ബയോളിസ്റ്റിക്സ് ആർ ടു മെത്തേഡ്സ് ഓഫ് ജീൻ ട്രാൻസ്ഫർ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദീസ് പ്രോസസ്സസ്. നമ്മുടെ ബയോളിസ്റ്റിക്സും മൈക്രോ ഇഞ്ചക്ഷനും നമ്മൾ ജീൻ ട്രാൻസ്ഫറിൽ നടത്തുന്ന രണ്ട് സ്റ്റെപ്സ് ആണ് അല്ലേ, ജീൻ ട്രാൻസ്ഫറിൽ നടത്തുന്ന സ്റ്റെപ്സ് ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു, ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന മെത്തേഡ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തായിരുന്നു ഇല്ലേ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ആണ് നമുക്ക് ഇവിടെ തന്നേക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ നമുക്ക് എല്ലാം ഒന്നും തന്നിട്ടില്ല, നമുക്ക് ജസ്റ്റ് മൈക്രോ ഇഞ്ചക്ഷനും ബയോളിസ്റ്റിക്സും മാത്രം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈക്രോ ഇഞ്ചക്ഷൻ എന്താ, ബയോളിസ്റ്റിക്സ് എന്താ. മൈക്രോ ഇഞ്ചക്ഷൻ എന്തുവാണ്, മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡിസൈഡ് DNA എന്ത് ചെയ്യുവാണ്, ആ ഒരു സെല്ലിനകത്ത് നമ്മൾ മൈക്രോ നീഡിൽ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനകത്തോട്ട് ഇഞ്ചക്റ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇനി ബയോളിസ്റ്റിക്സ് എന്തുവാണ്, ബയോളിസ്റ്റിക്സ് നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ജീനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടങ്സ്റ്റണോ ഗോൾഡോ പോലെയുള്ള പാർട്ടിക്കിൾസിൻ്റെ പുറത്ത് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സെല്ലിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടാർഗറ്റഡ് സെല്ലിലോട്ട് നമ്മൾ ബൊംബാർഡ് ചെയ്ത് വിട്ടുകൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ബയോളിസ്റ്റിക്സ് എന്ന് പറയുന്ന ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, എക്സ്പ്ലെയിൻ ബ്രൂഡ് പാരസൈറ്റിസം ഇൻ ബേർഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. ബ്രൂഡ് പാരസൈറ്റിസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ എല്ലാ തരത്തിലുള്ള ഇക്കോളജിക്കൽ ഇൻട്രാക്ഷൻസും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മുടെ പാരസൈറ്റിസം ആണെങ്കിലും കമൻസാലിസം ആണെങ്കിലും മ്യൂച്വലിസം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. സ്റ്റിൽ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തുവാണ്, ബ്രൂഡ് പാരസൈറ്റിസം ആണ്. സാധാരണ പാരസൈറ്റിസം അല്ല, ബ്രൂഡ് പാരസൈറ്റിസം. എന്തുവാണ് ബ്രൂഡ് പാരസൈറ്റിസം ഇത് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബ്രൂഡ് പാരസൈറ്റിസം എങ്ങനെ പറയാൻ പറ്റും, കാക്കയുടെയും കുയിലിൻ്റെയും എക്സാമ്പിൾ നമ്മൾ എടുക്കും ഇല്ലേ. കുയിൽ എന്താ ചെയ്യുന്നത്, കാക്കയുടെ കൂട്ടിൽ പോയി കുയിൽ മുട്ടയിട്ട് വെക്കും. കാക്ക എന്ത് വിചാരിക്കും, കാക്കയുടെ മുട്ടയാണെന്ന് വിചാരിച്ച് കാക്ക അതിനെ അടവെച്ച് വിരിഞ്ഞതിന് ശേഷം കുറേ നാളത്തോളം ആ കുഞ്ഞിന് ആ കാക്ക കെയറും കൊടുക്കും. എന്നിട്ട് ഒരു അഡൾട്ട് ആവുന്ന സമയത്തായിരിക്കും അത് മെച്ചുറായത് തനിയെ പറക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും എന്ത് മനസ്സിലാക്കാൻ പോകുന്നത്, കാക്കക്കുഞ്ഞല്ല കുയിൽ കുഞ്ഞാണെന്ന്. ബൈ ദാറ്റ് ടൈം ആ കുഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് അതിൻ്റേതായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവും, തനിയെ നിൽക്കാനുള്ള പ്രായം അതിനായിട്ടുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, പറന്ന് അതിൻ്റെ പാട്ടിന് പോകും. ഓക്കെ, അതാണ് ബ്രൂഡ് പാരസൈറ്റിസം എന്ന് പറയുന്നത്. അതാണ്ട് വേറൊരു ബേർഡിൻ്റെ നെസ്റ്റിൽ കൊണ്ടുപോയി മുട്ടയിട്ട് ആ ബേർഡ് എന്ത് ചെയ്യും, ഈ യങ് വണ്ണിനെ കെയർ ചെയ്യുന്നു. അതാണ് നമ്മുടെ ബ്രൂഡ് പാരസൈറ്റിസം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14th ക്വസ്റ്റ്യൻ എന്തുവാണ്, നമ്മുടെ ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും എന്തായാലും അതിനകത്തൊരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്തുവാണ്, എക്സോന്യൂക്ലിയസ്. എക്സോന്യൂക്ലിയസ് എന്താ,
നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ് എക്സോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്? 2 ടൈപ്പ് ന്യൂക്ലിയസസ് ഉണ്ട്. എക്സോ ന്യൂക്ലിയസും ഉണ്ട്, എൻഡോ ന്യൂക്ലിയസും ഉണ്ട്. എക്സോ ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്? ഒരു DNA ഫ്രാഗ്മെന്റിന്റെ എൻഡിൽ കട്ട് ചെയ്ത് വിടുന്ന ആൾക്കാരാണ് ആര്? എക്സോ ന്യൂക്ലിയസ്. എൻഡോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? DNA ഫ്രാഗ്മെന്റിന്റെ ഉള്ളിലേക്ക് അകത്തേക്ക് കയറി അകത്തുള്ള അതിൻ്റെ ആ ഒരു ഫ്രാഗ്മെന്റ് ആയിട്ടിരിക്കുന്ന ഇതിന്റെ നടുവിൽ എവിടെയെങ്കിലും ഈ ഒരു എൻഡ് വിട്ട് അകത്തേക്ക് കയറി ഇൻസൈഡിലോട്ട് കയറി അതിൻ്റെ അടുത്ത് അകത്ത് എവിടെയോ കട്ടുണ്ടാക്കുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സോ ന്യൂക്ലിയസ് എന്തുവാണ്? നമ്മുടെ ഇവിടത്തെ കറക്റ്റ് ഓപ്ഷൻ വരാൻ പോകുന്നത് 3 ആണ്. റിമൂവ്സ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം എൻഡ്സ് ഓഫ് DNA. ഇനി എൻഡോന്യൂക്ലിയസ് എന്തുവാണ്? മേക്സ് കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻ വിത്തിൻ ദ DNA. DNAക്ക് അകത്ത് എവിടെയോ സ്പെസിഫിക് കട്ട്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എൻഡോന്യൂക്ലിയസ്. ഇനി DNA ലൈഗേസ് എന്താ? DNA ലൈഗേസ് 2 DNA ഫ്രാഗ്മെന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമാണ് DNA ലൈഗേസ് എന്ന് പറയുന്നത്. ഇനി ടാക് പോളിമറൈസ് എന്താ? ടാക് പോളിമറൈസ് നമ്മൾ PCR യൂസ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് എൻസൈമാണ് ടാക് പോളിമറൈസ്. എന്താ? തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ DNA പോളിമറൈസ് എൻസൈമാണ് ടാക് പോളിമറൈസ് എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാക് പോളിമറൈസ് എൻസൈമിന്റെ സ്പെഷ്യാലിറ്റി എന്തുവാണ്? തെർമോസ്റ്റേബിൾ ആണ്. ഹൈ ഹീറ്റ് പോലും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന എൻസൈമാണ് ടാക് പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, അപ്പൊ അതാണ് അതിൻ്റെ ഒരു ആൻസർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Write the name and uses of biological products produced by transgenic animals. Transgenic animals വഴി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു യൂസസിനെ കുറിച്ച്, പ്രോഡക്ട്സിന്റെ യൂസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ട ആളായിരിക്കും നമ്മുടെ കൗ ആണ്, ഇല്ലേ? കൗവിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ജനിക് കൗവിൽ നമ്മൾ ഹ്യൂമൻ ലാക്റ്റാൽബുമിൻ എന്ന് പറയുന്ന ആ ഒരു ജീൻ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹ്യൂമൻ ലാക്റ്റാൽബുമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ കൂടെ ഇൻജെക്ട് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്ജനിക് കൗ ഉണ്ടാക്കിയായിരുന്നു. ഈ കൗ എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ മിൽക്ക്, ഹ്യൂമൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിന് ഐഡന്റിക്കൽ ആയിട്ട്, അതിന് ഏറ്റവും സിമിലർ ആയിട്ട് നിൽക്കുന്ന, സാധാരണ പശുവിൻ പാലിനേക്കാളും കുറെ കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹ്യൂമൻസിന്റെ മിൽക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൗ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള മെഡിസിൻസ് ട്രാൻസ്ജനിക് ആനിമൽസ് വഴി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട്. നിങ്ങൾ പഠിച്ച യൂസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How Agrobacterium tumefaciens and retroviruses are useful as cloning vectors? നമ്മുടെ ഇവിടുത്തെ മോഡൽ ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? എക്സ്പ്ലെയിൻ ദ വെക്ടേഴ്സ് യൂസ്ഡ് ഇൻ ആനിമൽ സെൽസ് ആൻഡ് പ്ലാന്റ് സെൽസ് എന്നുള്ളതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഒരേ ക്വസ്റ്റ്യൻ തന്നെ 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അഗ്രോബാക്ടീരിയം ട്യൂമിഫാസിയൻസ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നതാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫാസിയൻസ്. ഈ ഒരു ബാക്ടീരിയം എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്ലാന്റിൽ ട്യൂമേഴ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫാസിയൻസ്. പക്ഷേ ആ ട്യൂമർ ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ജീനിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു ജീനിനെ ഡിസാം ചെയ്തതിന് ശേഷം നമ്മൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫാസിയൻസിനെ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു വെക്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി റിട്രോ വൈറസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിട്രോ വൈറസും നമ്മൾ അതിനുള്ള ഡിസീസ് കോസിങ് എബിലിറ്റിയെ നമ്മൾ നള്ളിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അതിനെ റിട്രോ വൈറസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്, അതിനകത്ത് കൂടുതൽ ഒന്നും പറയാനില്ല. ഓക്കെ, റൈറ്റ് 3 യൂസസ് ഓഫ് PCR ഇൻ ഡയഗ്നോസിസ്. PCR എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ PCR എവിടാ കേട്ടത്? നമ്മൾ ഒരു സമയത്ത് ഒരു 2 വർഷം മുന്നേ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കേട്ടോണ്ടിരുന്നത്, ഒരു 2-3 വർഷം പോട്ടെ, ഒരു 5 വർഷം, കറക്റ്റ് പറയാനാണെങ്കിൽ ഒരു 5 വർഷം, പക്ഷെ എന്നാലും നമ്മളൊരു 2-3 വർഷം മുന്നേ വരെ സ്ഥിരമായിട്ട് കേട്ടോണ്ടിരുന്ന ഒരാളാണ് RT-PCR, ഇല്ലേ? RT-PCR എന്ന് പറയുന്നത് എന്തുവാണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് PCR. അവിടെ എന്തുവാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്തത്? കോവിഡിന്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് RT-PCR എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ PCR എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടി PCR യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫോറൻസിക്സിലും നമ്മുടെ അതുപോലെ തന്നെ പെറ്റേണിറ്റി ടെസ്റ്റിനും എല്ലാം എന്ത് യൂസ് ചെയ്യാറുണ്ട്? PCR നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പഠിപ്പിച്ച സമയത്ത് PCR പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ച കാര്യമാണ് PCRന്റെ യൂസസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
If the age distribution is plotted for the population, the resulting structure is called an age pyramid. അപ്പോൾ ഏജ് പിരമിഡിന്റെ ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർ ദ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഇൻ പോപ്പുലേഷൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? വിച്ച് ആർ ദ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനകത്തുള്ള ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പ്സ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എന്തുണ്ട്? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുണ്ട്, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുണ്ട്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുണ്ട്. പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? റീപ്രൊഡക്റ്റീവ് ഏജിന് മുന്നേ, റീപ്രൊഡക്റ്റീവ് ഏജ് ആകുന്നതിന് മുന്നേ ഉള്ള ആൾക്കാർ, അതായത് അഡൾട്ട് അല്ലാതെ ഇൻഫൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എവിടെ നിർത്തിയിരിക്കുന്നത്? നമ്മുടെ ഈ ഒരു പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിനകത്ത് നിർത്തിയിരിക്കുന്നത്. ഇനി അഡൾട്ട്സിനെയാണ് നമ്മൾ എവിടെ വെച്ചിരിക്കുന്നത്? റീപ്രൊഡക്റ്റീവ് ഏജിൽ. റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർ. അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞ ആൾക്കാരാണ് ആര്? പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർ. ആ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്ന ആൾക്കാർ. അതാണ് നമ്മുടെ 3 ഏജ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏജ് പിരമിഡ്. ഏജ് പിരമിഡിന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിപ്പിച്ചായിരുന്നു അല്ലേ? നമുക്ക് എക്സ്പാൻഡിങ് ഉണ്ടായിരുന്നു, സ്റ്റേബിൾ ഉണ്ടായിരുന്നു, ഡിക്ലൈനിങ് ഉണ്ടായിരുന്നു അല്ലേ? എക്സ്പാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എക്സ്പാൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്കിലും നമ്മുടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർ അവിടെ എന്തായിരിക്കും? കൂടുതലായിരിക്കും. പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർ ഇതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർ. ഇനി അടുത്ത് എന്തായിരിക്കും? അതിന് മേലെ ആയിരിക്കും ആരുണ്ടായിരിക്കുക? പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുണ്ടായിരിക്കുക. അപ്പം ഇങ്ങനെ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പിരമിഡ് ഷേപ്പിൽ പോകുന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാർ. കറക്റ്റ് ഒരു ടിപ്പിക്കൽ പിരമിഡ് ഷേപ്പിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു എക്സ്പാൻഡിങ് ഏജ് പിരമിഡ് എന്ന് പറയുന്നത്. ഇനി സ്റ്റേബിൾ ആണെങ്കിലോ? സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണവും റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണവും സെയിം ആയിരിക്കും. പക്ഷെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് ഏതെന്ന് പറയുന്നത്? പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. ഇതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റേബിൾ ഏജ് പിരമിഡ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? എക്സ്പാൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഏജ് പിരമിഡ്. ഇനി ഡിക്ലൈനിങ് ഏജ് പിരമിഡ് എങ്ങനെയാണ് വരുന്നത്? ഡിക്ലൈനിങ് ഏജ് പിരമിഡ് ആണെന്നുണ്ടെങ്കിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലായിരിക്കും. എഗെയിൻ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണവും കുറവായിരിക്കും. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ഏജ് പിരമിഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിക്ലൈനിങ് ഏജ് പിരമിഡ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡിക്ലൈനിങ് ആയത്? ഇവിടെ അടുത്ത ജനറേഷൻ വരുമ്പോഴത്തേക്കിലും ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആൾക്കാരുടെ എണ്ണം കുറയുകയാണ്. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ പോപ്പുലേഷൻ്റെ എണ്ണം പിന്നെയും കുറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ടാണ് ഡിക്ലൈനിങ് ആവുന്നത്. ഓക്കെ, ഇനി സ്റ്റേബിൾ ആവുന്ന എന്തുവാണ്? ഇത് ഒരു സ്റ്റേബിൾ റേറ്റിലായിരിക്കും. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഒരേ നമ്പർ ആയതുകൊണ്ട് ഇത് നമുക്കൊരു സ്റ്റേബിൾ റേറ്റിലായിരിക്കും ഈ ഒരു പോപ്പുലേഷൻ്റെ ഗ്രോത്ത് പോകുന്നത്. ഇവിടെ ആണെങ്കിലോ, ഇവിടെ നമുക്ക് ഈ ഒരു പോപ്പുലേഷൻ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? വളർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? എക്സ്പാൻഡിങ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Artificial hybridization is one of the major approaches of crop improvement program. Write the major processes involved in artificial hybridization. Artificial hybridization കുറിച്ച് നമുക്ക് പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ബാഗിങ് എന്താ, ഇമാസ്കുലേഷൻ എന്താ, അല്ലെങ്കിൽ അതിൻ്റെ ഹോൾ പ്രോസസ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെ വേണോ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനകത്ത് വരുന്ന മേജർ പ്രോസസ്സുകളാണ് വരുന്നത്. എന്തുവാണ് നമ്മുടെ മേജർ പ്രോസസ്സസ് വരുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ള പോളൻ ഗ്രെയിൻസ്, നമ്മൾ ഫ്ലവേഴ്സിനെ ചൂസ് ചെയ്യുന്നു, എന്നിട്ട് ബാക്കിയുള്ള പോളൻ ഗ്രെയിൻസ് വന്ന് കണ്ടാമിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവരെ എന്ത് ചെയ്യും? നമ്മൾ അവരെ കവർ ചെയ്ത് വെക്കും. അതാണ് ബാഗിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്തുവാണ്? ഫീമെയിൽ ഫ്ലവറിൽ നിന്ന് നമ്മൾ എന്തിനെ റിമൂവ് ചെയ്യും? അതിൻ്റെ സ്റ്റേമൻസിനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. എന്നിട്ട് നമ്മുടെ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ മെയിൽ ഫ്ലവറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഫീമെയിൽ ഫ്ലവറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വീണ്ടും എന്ത് ചെയ്യും? വേറെ പോളൻ ഗ്രെയിൻസ് വന്ന് കണ്ടാമിനേറ്റ് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉടനെ തന്നെ ഇതിനെ റീബാഗിങ് ചെയ്ത് വെക്കും.
പിന്നെ അതിലെന്ത് നടന്നോളും, സീഡ് ഡെവലപ്മെന്റ് നടന്നോളും. അതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ വരുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാണ്? എക്സ്പ്ലെയിൻ ദി പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് DNA. DNA ഐസൊലേഷന്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ അതേ ക്വസ്റ്റ്യൻ നമ്മുടെ ഗ്യാൻ മോഡൽ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ ദി മെത്തേഡ് ഓഫ് ഐസൊലേഷൻ ഓഫ് DNA ഐസൊലേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ള നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറും കാര്യങ്ങളും എല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതായിരുന്നു. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റോ അനിമലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈഡ് ജീനുള്ള ആളെ നമ്മൾ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ കുറേ സെൽസ് കളക്ട് ചെയ്യുന്നു. സെൽസ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ DNA മാത്രമായിട്ട് നമുക്ക് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെ സെൽ വാള് നമ്മൾ എന്ത് ചെയ്യും? ഡിഗ്രേഡ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലുലേസ് എന്ന് പറയുന്ന എൻസൈം ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ ഫംഗസ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കൈറ്റിനേസ് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ സെൽ വാളും ബാക്കിയുള്ള പ്രോട്ടീനും കാര്യങ്ങളും എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമുള്ള എൻസൈംസ് എല്ലാം വെച്ച് ആ ഒരു പാർട്ടിനെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ടിഷ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സെല്ലിനെ നമുക്ക് DNA മാത്രമായിട്ട് കിട്ടി. ആ DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്ത് എടുക്കും ഇല്ലേ? DNA നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കണം ഇല്ലേ? DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം നമുക്ക് ആ ഒരു സൊല്യൂഷനിൽ ചെറിയ ഫൈൻ ആയിട്ടുള്ള വൈറ്റ് ത്രെഡ്സ് ആയിട്ട് നമുക്ക് എന്തിനെ കാണാൻ പറ്റും? DNA നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സാണ് ഉള്ളത്? നമുക്ക് ആദ്യം നമ്മളൊരു ഡിസൈഡ് ആയിട്ടുള്ള ടിഷ്യൂവിനെ സെലക്ട് ചെയ്യുന്നു. ടിഷ്യൂവിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു ടിഷ്യൂവിൽ നിന്ന് നമ്മുടെ DNA മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള എൻസൈംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. എൻസൈംസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ സെല്ലുലേസ് ആയിരിക്കും, ഫംഗസ് ആണെങ്കിൽ കൈറ്റിനേസ് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ RNA റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈബോന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈം ആഡ് ചെയ്ത് കൊടുക്കും. പ്രോട്ടീൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി പ്രോട്ടിയേസ് എൻസൈംസ് കൊടുക്കും. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഫൈനലി കിട്ടുന്ന ആ ഒരു ലിക്വിഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ DNA എന്ത് ചെയ്യും? നമ്മൾ ചെറിയ ഒരു പോർഷൻ ഓഫ് ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് DNA അവിടെ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ DNA ഐസൊലേഷൻ്റെ ടെക്നിക്സ് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത്. എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് തന്നെയായിരുന്നു. അല്ലാത്ത നമ്മൾ പഠിപ്പിക്കാതെ വിട്ടുപോയതായിട്ടുള്ള ഒരു കാര്യം പോലും ഇല്ലായിരുന്നു. എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം കൂടെ ഇവിടെ ഇട്ടിട്ടില്ല, കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ളവർക്ക് അറിയാം ഇത്രയും ക്വസ്റ്റ്യൻ അല്ല, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പലതരത്തിൽ നിന്നുള്ള പല ക്വസ്റ്റ്യൻസിൽ നിന്നായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എനിവേ നിങ്ങളെല്ലാവരും എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.